നമസ്കാരം. മെറ്റയുടെ വായ മൂടിക്കെട്ടിയോ? അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഇന്ത്യയിൽ വിലക്ക് ഏർപ്പെടുത്തുന്ന കാലത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ഭരണപക്ഷത്തിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് മുന്നിൽ ഇൻസ്റ്റഗ്രാമിന്റെയും ഫേസ്ബുക്കിന്റെയും മാതൃ കമ്പനിയായ മെറ്റ വഴങ്ങിക്കൊടുത്തു എന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അട്ടിമറികൾക്കും കപട പ്രചാരണങ്ങൾക്കും പേരുകേട്ട കോർപ്പറേറ്റ് ഭീമന്മാർ ഭരിക്കുന്ന പാർട്ടിയുടെ ആജ്ഞാനുവർത്തികളായി മാറുകയാണോ മെറ്റയും? ഇന്ത്യയിലെ വലിയൊരു ജനകീയ സമരത്തിന്റെ ശബ്ദങ്ങളെ നിശബ്ദമാക്കാൻ മെറ്റയെയും ഭരണകൂടം സ്വാധീനിച്ചോ, അല്ലെങ്കിൽ വില കൊടുത്തു വാങ്ങിയോ എന്ന കടുത്ത സംശയമാണ് ഇന്ന് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരിൽ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. മെറ്റയിൽ നിന്ന് വരുന്ന പുതിയ വാർത്തകൾ നമ്മളോട് ചോദിക്കുന്നതും അത് തന്നെയാണ്. ഇന്ത്യൻ ജനാധിപത്യം മുൻപൊന്നുമില്ലാത്ത വിധം കടുത്തൊരു വെല്ലുവിളി നേരിടുന്ന കാലഘട്ടം കൂടിയാണിത്. പരമ്പരാഗത മാധ്യമങ്ങൾ ഭരണകൂടത്തിന് മുന്നിൽ പൂർണ്ണമായും മുട്ടുമടക്കുകയും അവർ വെറും ഗോദി മീഡിയയായി മാറിയെന്നും കടുത്ത ആക്ഷേപം നേരിടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. ജനങ്ങളുടെ ശബ്ദമാകേണ്ട മാധ്യമങ്ങൾ ഭരണാധികാരികളുടെ പബ്ലിക് റിലേഷൻസ് ഏജൻസികളായി അധപ്പതിച്ചപ്പോൾ സാധാരണക്കാരനും പൗരസമൂഹത്തിനും തങ്ങളുടെ പ്രതിഷേധങ്ങൾ ഉയർത്താനുള്ള ഏക ആശ്രയം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായി മാറുകയായിരുന്നു. ഡിജിറ്റൽ ലോകത്തെ സ്വാതന്ത്ര്യമാണ് നാടിന്റെ അവസാനത്തെ പ്രതീക്ഷയെന്ന് ജനങ്ങൾ അപ്പോൾ കരുതി. എന്നാൽ ഇപ്പോൾ ആ പ്രതീക്ഷകൾക്ക് മേലും കരിനിഴൽ വീണു. മാധ്യമങ്ങളെ മാത്രമല്ല, ആഗോള ഡിജിറ്റൽ ഭീമനായ മെറ്റയെയും നരേന്ദ്രമോദിയും BJP ഭരണകൂടവും വിലക്കെടുത്തോ എന്ന തികച്ചും ന്യായമായ ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. സ്വതന്ത്ര ചിന്തകളുടെയും തുറന്ന ആശയവിനിമയത്തിന്റെയും വേദികളെന്ന് അവകാശപ്പെടുന്ന ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഭരണകൂടത്തിന്റെ വിരൽത്തുമ്പിലെ നിശബ്ദ ഉപകരണങ്ങളായിട്ട് ഇന്ത്യയിൽ മാറിക്കഴിഞ്ഞു. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ആഗോള വക്താക്കൾ എന്ന് സ്വയം ചമയുന്ന കോർപ്പറേറ്റ് ഡിജിറ്റൽ ശക്തികൾ ഭരണകക്ഷിയുടെ ആജ്ഞാനുവർത്തികളെ പോലെ പെരുമാറുന്നത് വലിയ ജനാധിപത്യ ഭീഷണി തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ആരെയാണ് നമ്മൾ അപ്പോൾ ആശ്രയിക്കേണ്ടി വരിക? രാജ്യത്തെ യുവതലമുറ ഉയർത്തിയ വലിയൊരു ജനകീയ പ്രക്ഷോഭത്തിന്റെ ശബ്ദം ഡിജിറ്റൽ ലോകത്ത് നിന്ന് അപ്രത്യക്ഷമാകുമ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഗൂഢമായ രാഷ്ട്രീയ പാക്ടുകൾ പുറത്തു വരേണ്ടതുണ്ട്. CJPയുടെ സമര ചിത്രങ്ങളും റീലുകളുമാണ് ഇപ്പോൾ മെറ്റ ഒഴിവാക്കിയത്. ഇന്ത്യയിലെ വിദ്യാർത്ഥികളും യുവാക്കളും ഒന്നടങ്കം ഏറ്റെടുത്ത ജെൻസി പ്രക്ഷോഭം രാജ്യത്ത് പുതിയൊരു രാഷ്ട്രീയ ചരിത്രമാണ് കുറിച്ചത് എന്ന കാര്യം നമുക്കറിയാം. യുവാക്കളുടെ ഏറ്റവും ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടിയും ഭരണകൂടത്തിന്റെ തൊഴിലാളി വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾക്ക് നേരെയുമായിരുന്നു ഈ പ്രതിഷേധം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഈ സമരം ജനങ്ങൾക്കിടയിൽ വലിയ തരംഗമായി മാറി. നീറ്റ് പരീക്ഷാ വിവാദമടക്കമുള്ള കാര്യങ്ങൾ കത്തി. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP എന്ന പ്രസ്ഥാനവും അവരുടെ സമർത്ഥമായ സോഷ്യൽ മീഡിയ ഇടപെടലുകളും തന്നെയായിരുന്നു. നമുക്കറിയാം, CJP പിറക്കുന്നത് പോലും സോഷ്യൽ മീഡിയയിലാണ്. അടിച്ചമർത്തപ്പെട്ടവരുടെ വികാരം കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് CJP തയ്യാറാക്കിയ റീലുകളും പോസ്റ്റുകളും ദശലക്ഷക്കണക്കിന് ആളുകളിലേക്ക് വളരെ വേഗത്തിലാണ് പടർന്നു പിടിച്ചത്. അങ്ങനെയാണ് അത് യുവജനങ്ങളുടെ ശബ്ദമായി മാറിയത്. യഥാർത്ഥത്തിൽ CJPയുടെ വളർച്ചയ്ക്ക് ഏറ്റവും വലിയ ഇന്ധനമായത് മെറ്റയുടെ തന്നെ പ്ലാറ്റ്ഫോമുകളായിരുന്നു. ആ പ്ലാറ്റ്ഫോമുകളാണ് CJPക്കെതിരെ ഇപ്പോൾ നിലപാടെടുത്തത്. ഇൻസ്റ്റഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും അവർ പങ്കുവെച്ച ചെറുതും ശക്തവുമായ വീഡിയോകൾ രാജ്യത്തെ കോടിക്കണക്കിന് യുവാക്കളുടെ ഹൃദയത്തിലേക്കാണ് ചെന്ന് തറച്ചത്. അവരെല്ലാവരും ഒരേ മനസ്സോടെ നിന്നു. പരമ്പരാഗത മാധ്യമങ്ങൾ മറച്ചുവെച്ച സത്യങ്ങൾ, പോലീസ് ക്രൂരതകൾ, വിദ്യാർത്ഥികളുടെ ഉറച്ച നിലപാടുകൾ എന്നിവയെല്ലാം ഡിജിറ്റൽ സ്ക്രീനുകളിൽ നിരന്തരം പ്രത്യക്ഷപ്പെട്ടു. ഇത് സമരത്തിന്റെ വ്യാപ്തിയാണ് വർദ്ധിപ്പിച്ചത്. തെരുവുകളിൽ മാത്രമല്ല, ഡിജിറ്റൽ ഇടങ്ങളിലും ഭരണകൂടത്തിന് കടുത്ത പ്രതിരോധം സൃഷ്ടിക്കാൻ CJPക്ക് സാധിച്ചു. ജന്തർ മന്ദറിലെ സമരം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. അങ്ങനെ ഒരു കുഞ്ഞു ഗ്രൂപ്പിൽ നിന്ന് രാജ്യത്തെമ്പാടുമുള്ള യുവാക്കളുടെ വലിയ പ്രസ്ഥാനമായി CJP ചുരുങ്ങിയ സമയം കൊണ്ട് മെറ്റയിലൂടെയാണ് വളരുന്നത്. സമരം വൻ വിജയത്തിലേക്ക് കുതിക്കുകയും ഭരണകൂടത്തിന്റെ അടിത്തറ ഇളകുകയും ചെയ്ത ഘട്ടത്തിലാണ് BJP കേന്ദ്രങ്ങൾ തങ്ങളുടെ പതിവ് അണിയറ തന്ത്രങ്ങൾ പുറത്തെടുത്തത്. ധർമ്മേന്ദ്ര പ്രധാന് രാജിവെച്ചൊഴിയേണ്ടി വന്നു. CJP ജയിച്ചു എന്നും യുവജനങ്ങളുടെ പ്രക്ഷോഭം ഫലം കണ്ടു എന്നും ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അതോടുകൂടി പല പ്രതിഫലനങ്ങളും BJPക്ക് നേരിടേണ്ടതായി വന്നു. ഇനി ഇങ്ങനെ ഒരു സംഭവം ഇല്ലാതെ നോക്കേണ്ടത് BJPയുടെ ആവശ്യമായി. അങ്ങനെയാണ് തങ്ങളുടെ പതിവ് അണിയറ തന്ത്രങ്ങൾ അവർ പുറത്തെടുത്തത്. പോലീസിനെയും സുരക്ഷാ സേനകളെയും ഉപയോഗിച്ച് തെരുവിലെ പ്രക്ഷോഭകരെ അടിച്ചമർത്താൻ നോക്കിയെങ്കിലും അത് പരാജയപ്പെട്ടതാണല്ലോ. തുടർന്നാണ് ഡിജിറ്റൽ ലോകത്ത് സമരത്തിന്റെ നെടുംതൂണായ റീലുകളെയും വീഡിയോകളെയും ലക്ഷ്യമിട്ട് അട്ടിമറി നീക്കങ്ങൾ ആരംഭിച്ചത്. മെറ്റ അധികൃതരും കേന്ദ്ര ഭരണകൂടത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും തമ്മിൽ നടന്ന അടച്ചിട്ട മുറിയിലെ കൂടിക്കാഴ്ചകൾക്ക് തൊട്ടു പിന്നാലെ ഇൻസ്റ്റഗ്രാമിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും
CJP സമര റീലുകൾ കൂട്ടത്തോടെ കാണാതായി. ആർക്കും അത് കാണാൻ കഴിയുന്നില്ല. എന്തിനാണ് അവർ അങ്ങനെ ചെയ്തത് എന്നതല്ലേ? ഉത്തരം വളരെ വ്യക്തമാണ്: ഭയം. കമ്മ്യൂണിറ്റി മാനദണ്ഡങ്ങൾ ലംഘിച്ചു എന്ന തികച്ചും സാങ്കേതികവും നിസ്സാരവുമായ കാരണം ചൂണ്ടിക്കാട്ടിയാണ് മെറ്റ ഈ റീലുകൾ ഓരോന്നായിട്ട് ഡിലീറ്റ് ചെയ്തത്. എന്നാൽ ദശലക്ഷക്കണക്കിന് ആളുകൾ കണ്ടുകഴിഞ്ഞ വലിയ ജനപിന്തുണ ലഭിച്ച വീഡിയോകൾ എങ്ങനെയാണ് പെട്ടെന്ന് ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ പ്ലാറ്റ്ഫോം മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി മാറിപ്പോയത്? നേരത്തെ ഇല്ലാതിരുന്ന പ്രോട്ടോകോൾ നിയന്ത്രണങ്ങൾ പെട്ടെന്ന് പ്രാബല്യത്തിൽ കൊണ്ടുവന്നതിന് പിന്നിലെ രാഷ്ട്രീയം എന്താണ്? ഉത്തരം വളരെ വ്യക്തമാണ്, ലളിതവുമാണ്. സമരം തങ്ങളിലേക്ക് അടുക്കുമ്പോൾ ഭരണകൂടത്തിനുണ്ടാകുന്ന ഭയമാണ് ഇത്തരം തരംതാണ ഡിജിറ്റൽ സെൻസർഷിപ്പുകൾക്ക് കാരണം. ഇത് ഫാസിസത്തിൽ ഉണ്ടാകുന്നതാണ്. CJP നേതാക്കളുടെയും മറ്റ് പ്രമുഖ പ്രതിപക്ഷ നേതാക്കളുടെയും അക്കൗണ്ടുകൾക്ക് മേൽ കടുത്ത റീച്ച് കുറയ്ക്കലും ബ്ലോക്കുകളും ഏർപ്പെടുത്തി. മുൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ തങ്ങളുടെ പല സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഇന്ത്യയിൽ കാണാൻ സാധിക്കുന്നില്ല എന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ചത് മെറ്റ തന്നെയാണ്. തെരുവിലെ പ്രക്ഷോഭങ്ങളെ ചോരയിൽ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചവർ ഇപ്പോൾ സൈബർ ഇടങ്ങളിലെ അൽഗോരിതങ്ങളെ തിരുത്തി എഴുതി സമര ചരിത്രങ്ങളെ തന്നെ റദ്ദാക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ നിങ്ങൾ റദ്ദാക്കിയിട്ട് കാര്യമില്ല. ഇവിടുത്തെ യുവതലമുറ അത് ജീവിച്ചവരാണ്, അവർ അനുഭവിച്ചവരാണ്. എന്നാൽ മെറ്റ എന്ന ആഗോള കോർപ്പറേറ്റ് ഭീമൻ ഇത്തരം ജനാധിപത്യ വിരുദ്ധ ഭരണകൂട നീക്കങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല എന്ന് കൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ചരിത്രം പരിശോധിച്ചാൽ മെറ്റയുടെ പങ്ക് മുൻപും പല അന്താരാഷ്ട്ര വിവാദങ്ങളിലും കറുത്ത അധ്യായമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ ജനവികാരം കൃത്രിമമായി രൂപപ്പെടുത്താൻ വിവരങ്ങൾ ചോർത്തി നൽകിയ കോംബ്രിഡ്ജ് അനലിറ്റിക്ക വിവാദം ആരും മറന്നു കാണില്ല. ലാഭം മാത്രം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ഫിലിപ്പീൻസ്, മ്യാൻമാർ, ചില ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം അവിടുത്തെ ഏകാധിപത്യ ഭരണകൂടങ്ങളുടെ വിദ്വേഷ പ്രചാരണങ്ങൾക്ക് സൗകര്യമൊരുക്കുകയും ജനകീയ മുന്നേറ്റങ്ങളുടെ ശബ്ദങ്ങളെ അടിച്ചമർത്താൻ കൂട്ടുനിൽക്കുകയും ചെയ്ത ചരിത്രമുണ്ട്. അതുകൊണ്ട് മെറ്റ ഇങ്ങനെ ഒരു നീക്കം നടത്തിയതിൽ നമുക്കൊന്നും പറയാനില്ല. അവരിങ്ങനെ തന്നെയാണ്, അവര് ഇങ്ങനെ മാത്രമേ ചെയ്യുകയുള്ളൂ. ഇന്ത്യയിലും ഇപ്പോൾ സംഭവിക്കുന്നത് സമാനമായ കോർപ്പറേറ്റ് ഭരണകൂട അവിശുദ്ധ കൂട്ട് തന്നെയാണ്. BJPയുടെ രാഷ്ട്രീയ അജണ്ടകൾക്ക് അനുകൂലമായ വ്യാജ പ്രചാരണങ്ങൾക്കും വിദ്വേഷ പ്രസംഗങ്ങൾക്കും യാതൊരു തടസ്സവും നിൽക്കാത്ത മെറ്റയുടെ റഡാറുകൾ സാധാരണക്കാരന്റെയും വിദ്യാർത്ഥികളുടെയും ചോദ്യങ്ങൾക്ക് മുന്നിൽ മാത്രം സെൻസർഷിപ്പിന്റെ വാളോങ്ങുന്നു. പണവും വിപണിയിലെ സ്വാധീനവും ഉപയോഗിച്ച് അന്താരാഷ്ട്ര സാങ്കേതിക കമ്പനികളെ പോലും സ്വന്തം പാർട്ടി ഓഫീസുകളിൽ നിന്ന് നിയന്ത്രിക്കാമെന്ന മനോഭാവമാണ് ഇവിടെ തെളിഞ്ഞു കാണുന്നത്. പക്ഷേ ഭരണകൂടവും മെറ്റയും കൈകോർത്ത് എത്ര തടസ്സങ്ങൾ സൃഷ്ടിച്ചാലും സത്യത്തെയും ജനരോഷത്തെയും എന്നേക്കുമായി മറച്ചുവെക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നതാണ് ചരിത്രം നൽകുന്ന പാഠം. എത്ര നിങ്ങൾ മെനക്കെട്ടിട്ടും കാര്യമൊന്നുമില്ല. CJP നയിച്ച ജനകീയ സമരം ലക്ഷ്യമിട്ട വിജയങ്ങൾ നേടിയെടുത്തു കഴിഞ്ഞു. ആ പ്രക്ഷോഭത്തിന്റെ തീപ്പൊരികൾ രാജ്യത്ത് ഓരോ യുവാവിന്റെയും മനസ്സിൽ പടർന്നു പിടിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലെ ഏതാനും റീലുകൾ നീക്കം ചെയ്തതുകൊണ്ട് മാത്രം ആ പ്രതിരോധത്തിന്റെ ആവേശമില്ലാതാകില്ല. സ്ക്രീനുകളിൽ നിന്ന് നിങ്ങൾക്ക് ആ ദൃശ്യം മായ്ക്കാം. എന്നാൽ ഓരോ സമര ദൃശ്യവും ഈ ഭരണകൂടത്തിന്റെ ഭയത്തിന്റെയും പരാജയത്തിന്റെയും ഉറച്ച തെളിവുകളാണ്. അത് ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഡിജിറ്റൽ ലോകത്തെ വായ് മൂടിക്കെട്ടലുകൾ കൊണ്ട് തെരുവിലെ ശബ്ദങ്ങളെ നിശബ്ദമാക്കാമെന്ന് കരുതുന്നത് തികഞ്ഞ വിഡ്ഢിത്തമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ. വിപണിയിലെ ലാഭം മാത്രം നോക്കി ഭരണാധികാരികൾക്ക് സ്തുതി പാടുന്ന മെറ്റയും ചോദ്യങ്ങളെ ഭയന്ന് ഒളിച്ചോടുന്ന ഭരണകൂടവും ഒന്ന് മനസ്സിലാക്കിയാൽ നന്നാകും. ജനങ്ങൾ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ അൽഗോരിതത്തിനും ആ ജനരോഷത്തെ തടഞ്ഞു നിർത്താൻ കഴിയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ എത്രയോ നന്നാകും. ഇനി നിങ്ങൾ തന്നെ പറയൂ, മെറ്റയുടെ ഈ ചുവടുമാറ്റത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരായിരിക്കും? BJP ഓഫീസുകൾ തന്നെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റ് ബോക്സ് ചെയ്തുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.